ഹലോ, ഇന്ന് ഞാൻ നമ്മുടെ മാംഗോസ്റ്റിൻ കൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാംഗോസ്റ്റിൻ തൈ നടുന്നത് മുതൽ ഒരു 3 വർഷം വളർച്ച വരെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ മാംഗോസ്റ്റിൻ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾക്കുണ്ടായ ഓരോ അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മാംഗോസ്റ്റിൻ കൃഷി ചെയ്യുന്ന സ്ഥലം. നമ്മുടെ പറമ്പിൽ ഇത് ശരിക്കും ഒരു 3 വർഷം മുമ്പുള്ള ഒരു വീഡിയോയാണ്. അതായത് നമ്മൾ മാംഗോസ്റ്റിൻ തൈ നട്ടപ്പോൾ ഉള്ള ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നേ. അന്നേരം മാംഗോസ്റ്റിൻ തൈ വെച്ചപ്പോൾ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ മാംഗോസ്റ്റിൻ്റെ ഫ്രൂട്ടിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇത് എല്ലാവർക്കും അറിയാം മാംഗോസ്റ്റിൻ ഫ്രൂട്ടിനെ പറ്റി. ഇതിനെ പഴങ്ങളുടെ രാജ്ഞി എന്നൊക്കെ പറയും. മാംഗോസ്റ്റിൻ ഫ്രൂട്ട് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നടാൻ പോകുന്ന തൈയാണ്. അപ്പോൾ നമ്മൾ ഇത് കർണാടകയിലാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കർണാടകയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന തൈയാണ്. ഇതിപ്പോൾ 3 വർഷമായിട്ടുള്ള തൈയാണ് നമ്മൾ നടുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാംഗോസ്റ്റിൻ തൈ നടാൻ വേണ്ടിയിട്ട് അർത്തോഗർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുഴിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കുഴിയൊക്കെ കുഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 1.5-2 അടി വരെയാണ് നമ്മൾ കുഴിച്ചിരിക്കുന്നത്. 1.5 തൊട്ട് 2 അടി വരെയും കുഴിക്കാം കേട്ടോ. കാരണം ഇതിപ്പോൾ ഇത്രയും വലിയ തൈ ആയതുകൊണ്ട് ഒരു മിനിമം ഒരു 1.5 അടിയെങ്കിലും താത്തി കുഴിക്കേണ്ടി വരും. പിന്നെ ഇത് നനച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് പിന്നെ മണ്ണ് കുറച്ച് ലൂസായിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുഴിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഒരു 18 അടി അകലത്തിലാണ് ഞങ്ങൾ കുഴി എടുത്തിരിക്കുന്നത്. അത്രയെങ്കിലും വേണം കേട്ടോ. കാരണം ഇത് ഒത്തിരി അങ്ങ് പൊങ്ങിക്കഴിയുമ്പോൾ ഇല്ലെങ്കിൽ അങ്ങ് തിങ്ങി വരും. അതുകൊണ്ട് നമ്മളൊരു 18 അടി അല്ലെങ്കിൽ ഒരു 20 അടിയെങ്കിലും അകലം വേണം മാംഗോസ്റ്റിൻ തൈ നടുമ്പോൾ. ഈ മാംഗോസ്റ്റിൻ കൃഷി നല്ല ലാഭമുള്ളൊരു കൃഷിയാണെന്നാണ് കേട്ടോ കേൾക്കുന്നത്. കാരണം ഇതിൻ്റെ ഫ്രൂട്ട്സിന് നല്ല ഡിമാൻഡുണ്ട്, മാർക്കറ്റിലൊക്കെ ആണെങ്കിലും നല്ല ഡിമാൻഡുണ്ട്. പിന്നെ ഇത് പുറത്തോട്ടും ഇഷ്ടംപോലെ കയറ്റി അയക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മാർക്കറ്റിലും നല്ല വാല്യൂ ഉണ്ടാവും. അപ്പം നമ്മളും അതുപോലെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് ഓർത്ത് കുറച്ച് തൈ, അതൊരു 100 തൈയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എല്ലാത്തരം കൃഷികളും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ കുഴിയൊക്കെ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കൂടയ്ക്കകത്തുനിന്ന് തൈ എടുത്ത് കുഴിയിലോട്ട് വെച്ച് കൊടുക്കുവാണ്. പിന്നെ നമ്മൾ നടുമ്പോൾ എന്തെങ്കിലും അടിവളം കൂടെ ചേർത്തിട്ട് വേണം നടാനായിട്ട്. ഇതിന് ജൈവവളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കോമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിവളമായിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നട്ടുവെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ മാംഗോസ്റ്റിൻ കുറച്ച് ചോലയുള്ളിടത്ത് നടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ നട്ടപ്പോൾ ഇവിടെ ചോലയൊന്നും തെങ്ങിൻ തോട്ടത്തിലൊക്കെ നടുന്നതായിരിക്കും ഇച്ചിരിയൊക്കെ കൂടെ നല്ലത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് അതിന് ഷെയ്ഡും കിട്ടും, സൂര്യൻ്റെ വെട്ടവും കുറച്ച് കിട്ടുകയും ചെയ്തോളും, പിന്നെ ഷെയ്ഡും കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ അത് കയറി വരാനും കുറച്ച് താമസം എടുത്തു. കുഴപ്പമൊന്നുമില്ല, വളർച്ച കുറച്ച് പതുക്കെ ആയിരിക്കുന്നുള്ളൂ. ഇങ്ങനെ ഭയങ്കര വെയിലായിരിക്കില്ലേ. പിന്നെ വെള്ളമാണേലും നന്നായിട്ടുള്ള സ്ഥലത്ത് വേണം ഈ മാംഗോസ്റ്റിൻ വെക്കാനായിട്ട്. വെള്ളം കുറവുള്ള സ്ഥലത്തൊന്നും ഇത് വെക്കാനേ പോകരുത്. കാരണം ഇതിന് വെള്ളം നന്നായിട്ട് വേണം. നന്നായിട്ട് വെള്ളം ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത്. ഈ മാംഗോസ്റ്റിൻ തൈയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പരിചരിക്കും പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇത് നോക്കുവാണെങ്കിൽ, അതായത് വെള്ളവും വളമൊക്കെ കൊടുത്ത് നന്നായിട്ട് ചെറുപ്പം തൊട്ടേ നോക്കുവാണെങ്കിൽ മാത്രം ഇത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും, പെട്ടെന്ന് വളരുകയും ചെയ്യും, പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ പതുക്കെയാണ് കേട്ടോ ഇതിൻ്റെ വളർച്ച വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മാംഗോസ്റ്റിൻ തൈ നട്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും താങ്ങ് കൊടുത്ത് നിർത്തണം. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ തല കീഴായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും താങ്ങ് കൊടുത്ത്, നമ്മളിവിടെ പൈപ്പാണ് താങ്ങായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും കോല് കുത്തി കൊടുത്താലും മതി കേട്ടോ. ജസ്റ്റ് അത് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു താങ്ങ് കൊടുത്ത് നിർത്തണം. അപ്പോൾ ഇതിൻ്റെ നടിയിലെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളവും വളമൊക്കെ കൊടുത്ത് ഇതിനെ നന്നായിട്ട് പരിചരിക്കണം. എന്നാലേ ഇത് പെട്ടെന്ന് വളർന്നു വരുള്ളൂ. പിന്നെ നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ഇത് 2 വർഷം വരെ ഇതിൻ്റെ വളർച്ച കുറച്ച് കുറവായിരിക്കും. അത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. ഒരു 2 വർഷം കഴിയുമ്പം നല്ല ഗ്രോത്ത് ഉണ്ടാവും ഇതിന്. പിന്നെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളവും വളമൊക്കെ നന്നായിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഇതിൽ സിൽവർ വെച്ചിട്ട് അതിൻ്റെ കൂടെ കൊടിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ നമ്മുടെ മാംഗോസ്റ്റിൻ തൈ വെച്ച അതേ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ ആണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ നമ്മുടെ സിൽവറിൽ കൊടിയൊക്കെ കയറി കിടക്കുന്നുണ്ട്. ഇപ്പം മാംഗോസ്റ്റിൻ ഒരു 2 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത് 2 വർഷമായിട്ടുള്ള മാംഗോസ്റ്റിനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിത് ഇത്രയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമുക്ക് ഷെയ്ഡൊന്നും ഇല്ലായിരുന്നല്ലോ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നന്നായിട്ട് പൊള്ളി പോകുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് പൊള്ളി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഷെയ്ഡ് നെറ്റൊക്കെ ചുറ്റും വലിച്ചു കെട്ടി പൈപ്പൊക്കെ കുത്തി കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഷെയ്ഡ് നെറ്റ് ഫുള്ള് ഷെയ്ഡ് നെറ്റ് ഇട്ട് കവർ ചെയ്ത് വെച്ച്, അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മളിത് ഇത്ര ആക്കി എടുത്തത്.
ചെയ്തത്. കാരണം ഇവിടെ വേനൽക്ക് നല്ല വെയിൽ അടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇല ഭയങ്കരമായിട്ട് പൊള്ളി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷെയ്ഡ് നെറ്റ് വലിച്ചു കെട്ടിയോണ്ട് അത് രക്ഷപ്പെട്ടു പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് നമ്മൾ നടുവാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. അതായത് ഒത്തിരി ഷെയ്ഡ് പാടില്ല, ചെറിയൊരു ഷെയ്ഡ് തെങ്ങിൻ തോട്ടത്തിലൊക്കെ നടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ 2 വർഷമായിട്ടും ഇത്രയും വളർച്ചയായിട്ടോ ആയിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഒരു 2 വർഷം ഇതിന് പതുക്കെ സ്ലോ ആയിട്ടാണ് ഇത് വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് പെട്ടെന്ന് കയറി വന്നോളും. പിന്നെ മഴക്കാലത്തൊക്കെ ഇത് പെട്ടെന്ന് കയറി വരും കേട്ടോ, കാരണം നല്ല വെള്ളമൊക്കെ കിട്ടുന്നതുകൊണ്ട്. പിന്നെ വേനൽക്ക് നമ്മൾ എത്ര നനച്ചു കൊടുത്താലും അതിന് ആവശ്യമുള്ള വെള്ളം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മഴക്കാലത്ത് ഇത് ഞാൻ മഴക്കാലത്താണ് കാണിക്കുന്നത്. അപ്പോൾ ചെറിയ തളിപ്പൊക്കെ വന്ന് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ്സ് ഒക്കെ. ഇനിയിപ്പോൾ സിൽവറും കൊടിയൊക്കെ ഇങ്ങനെ വളർന്നു വന്നേക്കുന്നതുകൊണ്ട് നേരത്തെ അത്ര അങ്ങോട്ട് വെയിലടിക്കുന്നില്ല കേട്ടോ ഇതിന്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ്സ് ഒക്കെ. പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ചോട് കളച്ച് വളമൊക്കെ നല്ല ജൈവവളമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ കോഴിവളമൊക്കെ ഇടുമ്പോൾ കുറച്ച് അകത്തി വേണം ഇടാനായിട്ട്. അതായത് അത് ചൂടല്ലേ, ഇതിന് തണുപ്പാണ് ആവശ്യം. അപ്പം അത് കോഴിവളം ചൂടായതുകൊണ്ട് കുറച്ച് അകത്തി ചോട്ടിൽ ഇട്ട് കൊടുക്കരുത്, ചോട്ടിൽ നിന്ന് കുറച്ച് ദൂരെ വേണം കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഈ നിൽക്കുന്ന കൊടിയെന്ന് ഞങ്ങൾ ടോപ്പ് ഷൂട്ട് പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതിൽ ഞങ്ങൾ ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് കായ്ക്കുന്ന ടോപ്പ് ഷൂട്ട് പ്ലാന്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കാണിക്കുന്നത് 3 വർഷമായിട്ടുള്ള മാംഗോസ്റ്റിൻ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 3 വർഷം മാംഗോസ്റ്റിൻ നട്ടിട്ട് 3 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുണ്ട് നട്ടിട്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടവേളയായിട്ട് വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ സിൽവറും കൊടിയും വെച്ചത് ഞാൻ കാണിച്ചായിരുന്നല്ലോ, മുമ്പേ കാണിച്ചായിരുന്നു. അപ്പോൾ അത് ഇത്രയും വളർന്നിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ കൾച്ചർ വാഴ, അതായത് റോബസ്റ്റ വാഴയാണ് കേട്ടോ ഞങ്ങൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇടവേളയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോസ്റ്റിൻ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇത് കണ്ടോ, 3 വർഷമായപ്പം മാംഗോസ്റ്റിൻ പ്ലാന്റ്സ് ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇച്ചിരി കൂടെ പെട്ടെന്ന് വളർച്ച കൂടുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ 2 വർഷം വരെ കുറച്ച് സ്ലോ ആയിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നല്ല വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി വന്നോളും. ശരിക്കും ഇത് കായ്ക്കാനായിട്ടൊരു 8 വർഷമെങ്കിലും വേണം കേട്ടോ ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇതിപ്പം കണ്ടോ, ഇത് ഇപ്പം 3 വർഷമായ തൈയല്ലേ നമ്മൾ വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഒരു 3 വർഷം, അപ്പം മൊത്തം 6 വർഷമായിട്ടുണ്ട്. ഇപ്പം ഇനി ഒരു 2 വർഷം കൊണ്ടെങ്കിലും കായ്ക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതറിയത്തില്ല കേട്ടോ നമ്മൾ. അപ്പോൾ ആദ്യം കുറച്ച് സ്ലോ ആയിരുന്നല്ലോ ഇതിൻ്റെ വളർച്ച, അതുകൊണ്ട് 8 വർഷം കൊണ്ട് കായ്ക്കുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പം ഇച്ചിരി നന്നായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഇതിന് രോഗങ്ങളൊന്നും അങ്ങനെ ഉള്ളതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പിന്നെ കാലാവസ്ഥയുടെ വ്യത്യാസം വരുമ്പോൾ ഈൽഡിംഗ് ഒക്കെ ചിലപ്പോൾ കുറച്ച് കുറയുമായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ മാംഗോസ്റ്റിൻ കൃഷി ചെയ്തപ്പോൾ തൊട്ടുള്ള അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി. പിന്നെ മാംഗോസ്റ്റിൻ കൃഷിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കൃഷിയുടെ വീഡിയോസൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പറമ്പിൽ നമ്മൾ ചെയ്യുന്ന കൃഷികളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.